എലി ശല്യം രൂക്ഷമാണ്. കിച്ചണിൽ നോക്കിയാൽ അവിടെ ശല്യം. നമ്മുടെ ഫുഡൊക്കെ എടുത്ത് വെക്കുന്നതൊക്കെ വന്ന് തിന്നിട്ട് പോകും. അതുപോലെ തന്നെ തുണി അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വന്ന് കണ്ടിട്ട് പോകും. അതേപോലെ ഗാർഡനിൽ എലി ശല്യം കാണാറുണ്ട്. അതുപോലെ തന്നെ പറമ്പിൽ നമ്മൾ കൃഷിയൊക്കെ വന്ന് കഴിച്ചിട്ട് പോകും. മരച്ചീനി അതുപോലെ ചേമ്പൊക്കെ വന്ന് കഴിച്ചിട്ട് പോകും. അങ്ങനെ എവിടെ നോക്കിയാലും അതുപോലെ തന്നെ കാറിനകത്തൊക്കെ എലി ശല്യം നമ്മൾ കാണാറുണ്ട്. അപ്പം എലി ശല്യം ഉണ്ടെങ്കിൽ അവിടെ പാമ്പുണ്ടാവും. അതേപോലെ ഇതുപോലെ 2 കണ്ടെയ്നർ എടുക്കാനുണ്ടോ? പാറ്റ, പല്ലി ഇവയൊക്കെ ഓടിക്കാൻ പറ്റിയ കിടിലൻ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ടിപ്പ്, ഇപ്പോൾ ഇവിടെ ഞാനൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം പച്ചയാണ്, പഴുത്തിട്ടില്ല. ഇപ്പോൾ ഈ നാരങ്ങയിൽ നമുക്ക് ജ്യൂസ് എടുക്കണമെങ്കിൽ കുറച്ച് പാടായിരിക്കും. പെട്ടെന്ന് അത് പിഴിഞ്ഞാലൊന്നും കിട്ടത്തില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ, അതുമല്ല ഇത് ഫ്രിഡ്ജിലും ഇരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലോട്ട് ആ നാരങ്ങ വെച്ച് കൊടുത്തിട്ടൊന്ന് അടച്ച് കൊടുക്കുക. ഒരു മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കത് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ലിഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഒരു പിച്ചാത്തി ഉപയോഗിച്ച് അതൊന്ന് മുറിക്കുന്നുണ്ട്. അപ്പോൾ മുറിച്ചെടുക്കുന്നുണ്ട് തന്നെ കാണാൻ അത് സീഡ്ലെസ് ആയിട്ടുള്ള നാരങ്ങയാണ്. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് നോക്കാം. അതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജ്യൂസ് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാം. ഒരു പാത്രത്തിലോട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് നമുക്ക് പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഫുള്ള് ജ്യൂസൊന്നും കിട്ടുകയും ചെയ്യില്ല. ഇപ്പോൾ സീഡുള്ള നാരങ്ങയാണെങ്കിൽ നമുക്ക് ആ പിഴിയുന്ന സമയത്ത് ഒരു അരിപ്പ പിടിച്ചാൽ അരിപ്പയിലുള്ളിലോട്ട് പിഴിഞ്ഞൊഴിച്ച് എടുക്കുകയാണെങ്കിൽ ആ സീഡ് അവിടെ കിടന്നോളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ പണികളൊക്കെ ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇതിപ്പോൾ കുരുവൊന്നും ഇല്ലാത്ത നാരങ്ങ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നാരങ്ങയുടെ നീര് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഫുൾ അതിൻ്റെ നാരങ്ങ ജ്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ടിപ്പ്, ഇപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ തൊണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നാരങ്ങയുടെ തൊണ്ടിനുള്ളിലെ സാധനം എല്ലാം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. അതെല്ലാം എടുത്ത് കളയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് തിരിച്ച് വെച്ചിട്ടാണ് അതൊന്ന് ഉള്ളിലെ സാധനം എടുത്ത് കളയുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കതൊന്ന് പീൽ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ തിരിച്ചെടുത്തിട്ട് പഴയ പോലെ തന്നെ നമുക്ക് വെച്ചെടുക്കാം. ഇപ്പം ഞാനത് മറിഞ്ഞു പോകുന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അത് തിരിച്ച് ഇട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അതിലോട്ട് മസ്റ്റാർഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുകെണ്ണയോടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ എടുത്തിരിക്കുന്നത് മൺചിരാതാണ്. അതിലോട്ട് നമ്മുടെ ആ നാരങ്ങയുടെ തൊണ്ടും കടുകെണ്ണയുടെ ഉള്ള പാട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് മറിയാതെ അവിടെ ഇരുന്നോളൂ. ഇനി നമുക്ക് വേണ്ടിയത് വെളുത്തുള്ളിയാണ്. അതിപ്പോൾ ഒരു ഇടികല്ലോട്ട് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ആ കടുകെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, അങ്ങ് അരഞ്ഞു പോകരുത്. ഇങ്ങനെ ചതച്ചെടുത്ത വെളുത്തുള്ളി നമുക്ക് നാരങ്ങ തൊലിക്കുള്ളിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു തിരിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇതൊന്ന് കത്തിച്ച് വെക്കാവുന്നതാണ്. ഇങ്ങനെ കത്തിച്ച് വെക്കുവാണെങ്കിൽ എലി ശല്യം, അതുപോലെ തന്നെ പാമ്പ് ശല്യം, പല്ലി, പാറ്റ ഇവയുടെയൊക്കെ ശല്യം മാറിക്കിട്ടുന്നതാണ്. ഇത് കത്തിക്കുമ്പോൾ വെളുത്തുള്ളിയുടെയും ആ കടുകെണ്ണയുടെയൊക്കെ സ്മെല്ല് ഈ ചെറു ജീവികൾക്കൊന്നും ഒട്ടും ഇഷ്ടമില്ല. അതേപോലെ എലികളെ, അതുപോലെ തന്നെ പാമ്പ്, ഇത് കത്തിക്കുമ്പോൾ ഉള്ള ആ സ്മെല്ല് കാരണം ആ സ്ഥലത്തു തന്നെ മാറിപ്പോകുന്നതാണ്. നല്ലൊരു റിപ്പലൻ്റാണ്. പെസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് സന്ധ്യാസമയത്ത് ഒന്ന് കത്തിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണേ. ഒട്ടും കെമിക്കൽ ഇല്ലാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ചെറു ജീവികളെയും പല്ലി, പാറ്റ, കൊതുക്, ഈച്ച, അതുപോലെ തന്നെ പാമ്പ് ഇതിനെയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് ഇത്. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, ഇപ്പം ഞാൻ 2 പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ നമുക്ക് ഒരുപാട് കിട്ടാറുണ്ട്. അത് നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് കളയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഈ ചാനലിൽ ഒരുപാട് ഇതുപോലുള്ള ടിപ്സ്, റെസിപ്പീസ്, ഹെയർ ഓയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ വെട്ടി ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്.
ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ചെറിയൊരു പോർഷൻ ഇതുപോലെ വെട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമത്തി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ആ കമത്തി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ 4 സൈഡിലും ഇതുപോലെ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഡബിൾ സൈഡ് ടേപ്പിന് പകരം നമുക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലത്തെ ആ സ്റ്റിക്കറൂടെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ മറ്റേ പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ട് ഇതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ഇവിടെ കാണിക്കുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം. ഈ ഓപ്പോസിറ്റ് സൈഡിലായിട്ടിരിക്കണം 2 കണ്ടെയ്നറിൻ്റെയും അതിൻ്റെ വാവട്ടം അത് അങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഇവിടെ കാണിച്ചേക്കുന്ന പോലെ തന്നെ. പിന്നീട് ഒരു പിച്ചാത്തി എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഹോളിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിക്കുന്നതിന് മുമ്പ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഹോളിട്ട് കൊടുക്കാവുന്നതാണ്. ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഹോളിട്ട് കൊടുക്കുകയാണെങ്കിൽ 2ൻ്റെയും ഹോള് ഒരേ രീതിയിൽ തന്നെ കിട്ടും. കുറച്ച് പോർഷനിൽ മാത്രമേ ഹോളിട്ട് കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് പല രീതിയിൽ നമുക്കിത് റീയൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഹോളൊക്കെ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെജിറ്റബിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് വാഷ് വെജിറ്റബിൾ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് എന്തെങ്കിലും വെജിറ്റബിളൊക്കെ കഴുകണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിലോട്ട് വെള്ളം വീഴുകയും ചെയ്യും, നമുക്കത് നന്നായിട്ട് കഴുകുകയും ചെയ്യും, കഴുകാനും പറ്റും. അത് കഴിഞ്ഞിട്ട് ആ വെള്ളമാണെങ്കിൽ ഹോളിൽ കൂടെ താഴോട്ട് പോവുകയും ചെയ്യും. നല്ലൊരു ഓർഗനൈസറാണ്. ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ജോലിയൊക്കെ കിട്ടി നമ്മളൊരു പുതിയതായിട്ടൊരു സ്ഥലത്തോട്ട് മാറുന്ന സമയത്ത് നമുക്ക് എല്ലാ സാധനവും ഒരുമിച്ച് മേടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണിത്. ഇങ്ങനെ കഴുകിയെടുത്തിട്ട് ആ പാത്രത്തിൽ തന്നെ നമുക്ക് വെജിറ്റബിൾ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഊർന്നു പോകാനായിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ടിപ്സ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഇപ്പം വെജിറ്റബിൾ കഴുകി എടുത്തിട്ട് വന്നിട്ട് ഇതൊന്ന് വെള്ളം വാലാനായിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അടപ്പ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതുപോലുള്ളൊരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, റീയൂസ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത 4ാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് പുട്ടുപൊടിയാണ്. പുട്ടുപൊടിക്ക് പകരം അരിപ്പൊടിയാണെങ്കിലും നല്ലതാണ്. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ പുട്ടുപൊടി ഇട്ട് കൊടുത്തു. പിന്നീട് 1 ടേബിൾ സ്പൂണ് തേങ്ങാ തിരുമ്മി ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ ഹാർപ്പിക് കൂടെ ഒഴിച്ചു കൊടുത്തു. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് എടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 2 പാരസെറ്റമോളാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് പൊടിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതിൽ ചേർത്ത് കൊടുത്ത അരിപ്പൊടിയും തേങ്ങ തിരുമ്മിയതൊക്കെ ആണെങ്കിൽ എലിയെ ഇത് വന്ന് കഴിക്കാൻ ആകർഷിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ സ്മെല്ല് അടിച്ചിട്ട് ഇത് വന്ന് കഴിച്ചിട്ട് അപ്പോൾ നമ്മളിതിൽ ചേർത്ത് കൊടുത്ത വിനീഗർ, അതുപോലെ ബേക്കിംഗ് സോഡ, ഹാർപ്പിക്ക് ഇതൊക്കെ വയറ്റി ചെന്നിട്ട് എലിക്ക് ഡൈജസ്റ്റീവായിട്ടുള്ള പ്രോബ്ലമൊക്കെ ഉണ്ടായി. അങ്ങനെ നിർജ്ജലീകരണം സംഭവിച്ച് എലി ചത്തുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിന്നീട് ഇപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കോട്ടൺ ബോളാണ്. അപ്പോൾ കോട്ടൺ ബോൾ എടുക്കുമ്പോൾ അത് ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ പിച്ചി ഇട്ട് വേണം കൊടുക്കാനായിട്ട്. അല്ല നമുക്ക് കത്രി കൊണ്ട് ചെറുതായിട്ട് ചെറിയ പീസായിട്ട് വെട്ടിയിട്ട് വേണേലും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ശകലം കൂടെ ഒരു കുഴഞ്ഞ് കിട്ടണമായിരുന്നു. അപ്പോൾ ഞാൻ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എലിശല്യം ഉള്ളിടത്ത് കൊണ്ടുവെക്കാവുന്നതാണ്. കുപ്പിയുടെ ക്യാപ്പിന് വരെ നമുക്ക് തേങ്ങ തിരുമ്മിയിട്ടുള്ള ആ ചിരട്ട ഉണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിനകത്ത് തേങ്ങയുടെ സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആണെങ്കിലും സ്മെല്ലടിച്ചിട്ട് എലിയെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ്. എടുത്തിരിക്കുന്ന 2 ക്യാപ്പിൽ നന്നായിട്ട് അത് ഫില്ല് ചെയ്തെടുത്തിട്ട് പിന്നെ എലി അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. വേറൊന്നുമല്ല, ശർക്കരയാണ്. അപ്പോൾ ശർക്കര ചെറുതായിട്ട് ചീകി ഇട്ടിട്ട് അതിലോട്ട് വിതറിയിട്ട് കൊടുക്കാം.
ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് എലി വന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. നമുക്കറിയാം എലി വന്നു പോകുന്ന സ്ഥലത്ത് എലിയുടെ കാഷ്ടവും മൂത്രവും ഒക്കെ ഉണ്ടാവും. അതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെ, അതുപോലെ വിറകടുപ്പിൻ്റെ അവിടെ, അതുപോലെ ചെടികളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇത് എലിയുടെ പ്രസൻസ് കാണും. അപ്പോൾ അവിടെയൊക്കെ നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ്. ഇങ്ങനെ കൊണ്ടുവെക്കുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കൊച്ചു പിള്ളേരും അതുപോലെ നമ്മുടെ വളർത്തു മൃഗങ്ങളൊന്നും എടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രീതിയിൽ ഒട്ടുമേ കെമിക്കലില്ലാതെ നമുക്ക് എലിയെ തുരുത്തി ഓടിക്കാം. അങ്ങനെ എലിയെ ഓടിക്കുന്ന വഴി നമുക്ക് പാമ്പിനെ അകറ്റി നിർത്താം. എലിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് പാമ്പിൻ്റെ സാന്നിധ്യവും കാണുന്നതാണ്. അപ്പോൾ എലിയെ തുരുത്തി ഓടിക്കുന്ന വഴി നമുക്ക് പാമ്പിനെയും അകറ്റി നിർത്താം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൂടാണ്. അപ്പോൾ അത് കാരണം പാമ്പിൻ്റെ ശല്യവും കൂടി വരുവാണ്. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ രീതിയിൽ പാമ്പിനെ അകറ്റി നിർത്താം. അടുത്ത 5ാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിൽ ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് വിക്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. ആ കറുവപ്പട്ട വെച്ചിട്ടാണ് വിക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബേക്കിംഗ് സോഡ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ നാരങ്ങ നീരൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഗ്യാസിലോട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചൂടാറുന്ന സമയം കൊണ്ട് ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുപ്പിയുടെ ക്യാപ്പിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ചൂടാറ് വന്നപ്പോൾ ഇപ്പോൾ അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ആ കുപ്പിയിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം എവിടെയാണോ അവിടെയൊക്കെ നമുക്ക് ഇതുകൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ കട്ടൻ്റെ പുറയിലൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കർട്ടൻ്റെ പുറയിൽ, അതുപോലെ ഡോറിൻ്റെ ഒക്കെ പുറയിൽ കൊതുകിൻ്റെയും പാറ്റയുടെയും ഒക്കെ ശല്യം കൂടുതലായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇത് കൊണ്ടുവന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ സ്മെല്ല് കാരണം പ്രാണികളൊക്കെ ആ സ്ഥലത്തു നിന്ന് തന്നെ ഓടിപ്പോകുന്നതാണ്. അതുപോലെ തന്നെ അതിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. അത് പിന്നെ ആ സ്ഥലത്തോട്ട് വരുത്തു പോലും ഇല്ല. പല്ലി, പാറ്റ, ചെറു പ്രാണികളൊക്കെ ഒഴിക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് ഇത്. സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലൊഴിച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത 6ാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കഞ്ഞിവെള്ളമാണ്. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വിനീഗറാണ്. അപ്പോൾ വിനീഗർ 1 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 പാരസെറ്റമോൾ പൊടിച്ചതാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് സോപ്പ് പൊടി ഉണ്ടെങ്കിൽ സോപ്പ് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഡിഷ് വാഷാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ വരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ആ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കഞ്ഞിവെള്ളമൊക്കെ ഈ പാറ്റയ്ക്കും പല്ലിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് അടിച്ചിട്ട് ഇത് വന്ന് കുടിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്ത ഉപ്പ്, ബേക്കിംഗ് സോഡ, അതുപോലെ പാരസെറ്റമോൾ, ഡിഷ് വാഷ് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചെല്ലുന്ന സമയത്ത് അതിന് പരവേശം എടുക്കും. ഭയങ്കര പരവേശം എടുത്തിട്ട് നിർജ്ജലീകരണമൊക്കെ സംഭവിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കും. അങ്ങനെ ആ സ്ഥലത്തു നിന്ന് തന്നെ ഓടിപ്പോകും. അങ്ങനെ പോകുന്ന സമയത്ത് അത് ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപ്പിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യമുള്ള സ്ഥലത്ത്, അതുപോലെ വിൻഡോയുടെ സൈഡിലൊക്കെ നമുക്ക് ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. ഇത് വന്ന് കുടിച്ച് അങ്ങനെ പരവേശം എടുത്ത് ചത്തുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.